STK ഫാം ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ജൂലിയെക്കുറിച്ചാണ്. ഇവൾ ഇപ്പോൾ ഗർഭിണിയാണ്. ജൂലി 2 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. 1 മാസം പ്രായമുള്ളപ്പോഴാണ് ജൂലിയെ ഞാൻ വാങ്ങിയത്. അവൾക്ക് ഇപ്പോൾ 6 വയസ്സ് പ്രായമായി. അവളുടെ ആദ്യത്തെ പ്രസവമാണ്. അവളുടെ ചെറുപ്പത്തിലെ ഭക്ഷണ രീതിയും പരിചരണങ്ങളെക്കുറിച്ചും ഞാനൊരു വീഡിയോ ആദ്യം ഇട്ടിരുന്നു. അതിന് നല്ല അഭിപ്രായമാണ് കിട്ടിയത്. ഇവർക്ക് ഗർഭകാലത്ത് നല്ല പോഷകാഹാരങ്ങൾ നൽകണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഗുളികകൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ജൂലിക്ക് ഞാൻ രാവിലെ ചപ്പാത്തിയാണ് കൊടുക്കുക. ഒരു 5 ചപ്പാത്തി കൊടുക്കും. പിന്നെ 2-3 മണിക്കൂറിന് കഴിയുമ്പോൾ ഇവൾക്ക് പാല് കൊടുക്കും. ഒരു 1/2 ലിറ്റർ പാല് കൊടുക്കും. പിന്നെ ഇവൾക്ക് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇറച്ചി അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും കൂട്ടിയിട്ട് അതിലേതെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കും. ചോറ് ഉൾപ്പെടുത്തി കൊടുക്കും. പിന്നെ 3 മണിക്കൂർ കഴിയുമ്പോൾ അവൾക്ക് കൊടുക്കുന്നത് ഡോഗ് ഫുഡാണ്. പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പെഡിഗ്രി എന്ന ബ്രാൻഡാണ് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു 3 മണിക്കൂർ വീണ്ടും കഴിയുമ്പോൾ അവൾക്ക് ഒരു 2 മുട്ടയെങ്കിലും കൊടുക്കും. പിന്നെ 3 മണിക്കൂർ ആകുമ്പോഴേക്കും രാത്രി ഒരു 8-9 മണിയാവും. അപ്പോൾ അവൾക്ക് ഇറച്ചിയും ചോറും കൊടുക്കും. കുറച്ച് പാലും കൊടുക്കും. ഇതാണ് എൻ്റെ ഇവളുടെ ഭക്ഷണക്രമം, ഗർഭകാലത്തെ ഭക്ഷണക്രമം. ചെറിയ കാലയളവിൽ ഇവർ പ്രസവം നടക്കുന്ന കാരണം അവർക്ക് കുറേ പോരായ്മകൾ വരും ഭക്ഷണത്തിൽ. അതുകൊണ്ട് അവർക്ക് നല്ല പോഷകാഹാരങ്ങളും വൈറ്റമിൻ പോലുള്ള കാൽസ്യം ഗുളികകളും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തണം. ഇവർക്ക് 2 മാസക്കാലമുള്ള ഗർഭകാലം. അതുകൊണ്ട് ചെറിയ കാലയളവിൽ കുട്ടികളൊക്കെ പൂർണ്ണ വളർച്ച. അതുകൊണ്ട് ഭക്ഷണത്തോടൊപ്പം വൈറ്റമിൻസ് ഉൾപ്പെടുത്തണം, നിർബന്ധമായി ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ആരോഗ്യം കുറയും. പിന്നെ അമ്മ ഗർഭകാലം പ്രസവം കഴിഞ്ഞാലും എന്നാൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായും ഈ രീതിയിൽ നമ്മൾ ഭക്ഷണം കൊടുത്തിരിക്കണം.